പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞാണ്. അതിനെ കൊടുക്കാൻ മനസ്സു വരുന്നില്ല. തന്റെ പൊന്നുമോനെ മാഷിത്ത ഇങ്ങനെ മുറുകെ പിടിക്കുമ്പോ എല്ലാവരും കളിയാക്കുന്നു, തോറ്റുപോയല്ലോ, ഇവള് വെറുതെ 3 പേരെ കൊന്നുകളഞ്ഞല്ലോ, തന്റെ ഭർത്താവിനെയും 2 മക്കളെയും വെറുതെ കൊന്നുകളഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കളിയാക്കുകയാണ്, എല്ലാവരും ചിരിക്കുകയാണ്. ആ സമയത്ത് ആ പാല് കുടിക്കുന്ന പൊന്നുമോ നോക്കുമ്പോ എല്ലാവരും ഉമ്മാനെ കളിയാക്കി ചിരിക്കുകയാണ്. ഉമ്മയുടെ കണ്ണ് നിറയുകയാണ്, ഉമ്മ കരയുകയാണ്. പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങൾ സംസാരിക്കാറില്ലടോ. എന്നാ മാഷിത്ത ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പാല് കുടിക്കുന്ന മകനുണ്ടല്ലോ, അതാ കരയുന്ന ഉമ്മാനെ വിളിക്കുന്നു, യാ ഉമ്മാ ലാ തഖഫ് വലാ തഹ്സൻ, ഉമ്മാ കരയല്ലേ ഉമ്മാ, വേദനിക്കല്ലേ ഉമ്മ. ഉമ്മ എന്തിനാ പേടിക്കുന്നത്? ഉമ്മ എന്തിനാ സങ്കടപ്പെടുന്നത്? ഷഹീദിന്റെ കൂലിയല്ലേ ഉമ്മ, സ്വർഗത്തിലല്ലേ ഉമ്മ. ആ പാല് കുടിക്കുന്ന പൊന്നുമകൻ എവിടെന്ന് വിളിച്ചു പറയുകയാ, അവസാനം മാഷിത്തയുടെ പൊന്നുമോനെ കൊന്നുകളഞ്ഞടോ, അവസാനം മാഷിത്ത ബീവിയെയും കൊന്നുകളഞ്ഞു. ഒരു കുടുംബത്തെ മുഴുവനും എണ്ണയ്ക്കകത്തിട്ട് കരിച്ചു കൊന്നിട്ടു. പടച്ചവനെ കൊട്ടാരത്തിന്റെ മണിയറയിലേക്ക് കടന്നു ചെല്ലുമ്പോ അതാ പടച്ചവനെ ഫിറഔനിന്റെ ഭാര്യയായ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ ഈ രംഗമിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഫിറഔന് ചോദിച്ചു, ആസിയ, ഞാനല്ലാതെ വേറെ ഒരു റബ്ബുണ്ടെന്ന് പറഞ്ഞ ഒരു കുടുംബത്തിന് ഞാൻ കൊടുത്ത ശിക്ഷ കണ്ടോ ആസിയ? ഇഷ്ടമായോ ആസിയ? ഇഷ്ടമായോ ആസിയ? ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ആ മാഷിത്ത പറഞ്ഞതിൽ എന്ത് തെറ്റാവുള്ളത്? നീ അടിമയാടാ ഫിറഔന്, നീ അടിമയാണ് ഫിറഔൻ. നിന്നെ പടച്ച ഒരു റബ്ബുണ്ട്, അല്ലാഹ്. ആ അല്ലാഹുവിനെ കുറിച്ചാണ് മൂസാ നബിയും ഹാറൂൻ നബിയും പറഞ്ഞു തന്നത്. ഞാൻ അവരുടെ കൂടെയാണ്, ഞാനും അവരുടെ കൂടെയാണ്. റബ്ബി മൂസാ വ ഹാറൂൻ, ആ മൂസായുടെ റബ്ബിനെ കൊണ്ട് ഞാനും വിശ്വസിച്ചിരിക്കുകയാ. പടച്ചവനെ, മാഷിത്ത ബീബി റളിയല്ലാഹു തആല അൻഹ മുസ്ലിമായിരിക്കുകയാണ്. റബ്ബേ, കൂടെ കടന്നവള് പോലും കൂടെയില്ലാതെയായി. കൊട്ടാരത്തിന്റെ അകത്ത് പട്ടിണിക്കിട്ട് നോക്കി, മാഷിത്ത പതറിയില്ല. പീഡനങ്ങൾ നടത്തി നോക്കി, മതാ ആസിയാ ബീബി അനങ്ങുന്നില്ല. അവസാനം എന്ത് ചെയ്തെന്നറിയുമോ? മണലാരുണ്യത്തിൽ കൊണ്ടുപോയി കെട്ടിയിടുകയാണ്. എന്റെ പെങ്ങള് ആസിയാ ബീവിയെ ഫിറഔന് വിവാഹം കഴിക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? ആസിയാന് വല്ലാത്ത ഗ്ലാമറാ പെങ്ങള്, വല്ലാത്ത സൗന്ദര്യമാ പെണ്ണ്. ഒരിക്കൽ കുളിക്കാൻ പോകുന്നത് ഫിറഔന് കണ്ടു. ആ സൗന്ദര്യം കണ്ടിട്ടാ ആസിയാനെ ഫിറഔന് വിവാഹം കഴിച്ചത്. ആ സുന്ദരിയായ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ മരുഭൂമിയിൽ കിടന്ന് പട്ടിണി കിടന്ന് വെയില് കൊണ്ട് പീഡനങ്ങൾ അനുഭവിച്ചു. എല്ലും തോലുമായി കണ്ണുകുഴിഞ്ഞു. പടച്ചവനെ, ശരീരം മുഴുവനും കറുത്ത് കരിവാളിച്ചു. അവസാനം പടച്ചവനെ, ഫിറഔനിന്റെ പട്ടാളം ആസിയാ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഗുഹ്യഭാഗത്തേക്ക് പഠിപ്പിച്ച കുന്തം കുത്തിയിറക്കുമ്പോ ആസിയാ ബീബി അല്ലാഹുവോട് ചോദിക്കുന്നത് എന്തെന്നറിയുമോ? റബ്ബി ബിനിലീ ഇൻദക ബൈതം ഫിൽ ജന്നാ, ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബരത്തിൽ ജീവിക്കുന്ന ഫിറഔനിന്റെ കൊട്ടാരം ഞാൻ വലിച്ചെറിയുന്നു റബ്ബേ. എനിക്ക് വേണ്ടത് സ്വർഗത്തിലൊരു കൊട്ടാരമാ, എനിക്ക് വേണ്ടത് സ്വർഗത്തിലൊരു വീടാ അല്ലാഹ്. എനിക്ക് സ്വർഗത്തിലൊരു വീട് തരണേ തമ്പുരാന്. ആസിയാ ബീബി റളിയല്ലാഹു തആല അൻഹ പടച്ചവനോട് മരിക്കുന്നതിന് മുമ്പ് ചോദിച്ചിട്ടാണ് ലോകത്തോട് വിട പറഞ്ഞത്. പെങ്ങളെ, ഈ പെണ്ണിനെ കാണിച്ചിട്ടാ അല്ല പറയുന്നത്, നിങ്ങൾ ഈമാനിന്റെ വിഷയത്തിൽ ഈ പെണ്ണിനെ കണ്ടുപഠിക്കണേ. എന്തിനാ ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? ജീവിതത്തിൽ ഒറ്റ വാഴ കേട്ട മഹദിയാണ് ആസിയ.
മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയപ്പോ ഫിറഔനിന്റെ മുഖത്ത് നോക്കിയിട്ട് ചങ്കുറപ്പോട്, നീ അല്ലാഹുവിന്റെ അടിമയാടാ, നീ അല്ലാതെ ഒരു റബ്ബുണ്ടടാ, നീ കൊന്നാലും എനിക്ക് കുഴപ്പമില്ലടാ എന്ന് പറയാനുള്ള ചങ്കൂറ്റം എവിടെ നിന്ന് കിട്ടിയതെന്നറിയോ? അതാ അല്ല പറഞ്ഞത്, അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയാൽ അള്ളാഹു അവന്റെ ഹൃദയത്തിനകത്ത് അവന്റെ പേടി അള്ളാഹു നഷ്ടപ്പെടുത്തി കളയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ അള്ളാനെ മനസ്സിലാക്കേണ്ട രീതിയെ മനസ്സിലാക്കിയ നമ്മുടെ ഭയം മാറും. അള്ളാഹു നമ്മുടെ പേടി മാറ്റി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പേടി മാറ്റി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അള്ളാനെ ഒന്നും പേടിയില്ല. നമുക്കാരെയാ പേടി? നമ്മളെ പോലെ നടക്കുന്ന മനുഷ്യന്മാരെ നമുക്ക് പേടി, ഭരണാധികാരികളെ നമുക്ക് പേടി. നമ്മുടെ ഇപ്പൊ ഏറ്റവും വലിയ വിഷയം അള്ളയോ മരണവോ ഖബറോ മഷറയോ സിറാത്തോ സ്വർഗവോ നരകമോ ഒന്നും അല്ലടോ. നമ്മുടെ വിഷയം ഇപ്പൊ കേന്ദ്ര സർക്കാർ, പടച്ചവൻ ഏക സിവിൽ കോഡ്, പൗരത്വ ബില്ല് വരുന്നു, പടച്ചവൻ NRC നടക്കുന്നു, എന്തെല്ലാം പ്രശ്നങ്ങളാ ഉസ്താദ്, എല്ലാം അവരുടെ കയ്യില. അള്ളാ നമ്മളൊക്കെ എങ്ങോട്ട് പോകും പടച്ചവനെ? വല്ലാത്ത സങ്കടത്തില. അള്ളാഹു നമുക്ക് ഈ മന്ദിരമാറാകട്ടെ. നമ്മുടെ പ്രശ്നം പടച്ചവന് നമ്മൾക്ക് ദുനിയാവ്. നമ്മൾ ചോദിക്കണം, ഉസ്താദ് നമ്മളെല്ലാം കൂടെ ഈ നാട്ടുകാരെല്ലാം നാട്ടി ഓടിച്ച നമ്മൾ എവിടെ പോകും? എടാ പോകേണ്ടടുത്ത് പോകണം, എല്ലാവരും എന്ത് ചെയ്യാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഭയം, നമ്മുടെ പേടി, നമുക്ക് അവരെയാ പേടി. പടച്ചോനെ എല്ലാ ഉസ്താദ് എല്ലാവോ ഇലക്ഷനൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ബേജാറ് കാണണം. പാപ്പ മരിച്ചപ്പോ പോലും ഇങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ദുആയ നമുക്ക് പടച്ചവൻ അധികാരം അവർക്ക് കൊടുക്കല്ലേ, അല്ലാഹ് കൊടുക്കല്ലേ, അല്ലാഹ് ഭയം നമുക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തൊരു പേടിയാ ചങ്ങാതി. ഈ പേടി അള്ളാനുണ്ടായിരുന്നെങ്കിൽ ഈ ഗതി വരുവോ? ഇവന്മാരോട് കാണിക്കുന്ന ഈ ഭയം പടച്ച റബ്ബിനോടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ഗതി വരുവോ? എന്ത് ചിന്തിക്കാത്ത നമുക്ക് പേടിയാടോ? പോകണമെന്ന് പറഞ്ഞാൽ പോകണം. നീ പിന്നെ എന്താ വിചാരിച്ചേ? എടാ ഏക സിവിൽ കോഡ്, ഈ നിയമങ്ങളൊക്കെ പാസ്സാക്കുവടോ. ഞാൻ കേന്ദ്രത്തിന്റെ ആളൊന്നുമല്ല. ഞാൻ പറയുന്നത് ഈ നിയമങ്ങളൊക്കെ ഇവിടെ നടക്കും, ഇതൊക്കെ പാസ്സാക്കും. കാരണം എന്തേ? പാസ്സാക്കിയാലല്ലേ പറ്റൂ. കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദര, നീ എന്തേ വിചാരിച്ചേ വയനാട് ചുരം കയറുന്നത് പോലെ സ്വർഗത്തിൽ അങ്ങ് കയറിപ്പോകാൻ പറ്റുമെന്ന് നീ കരുതിയോ? നീ എന്താ വിചാരിച്ചു ഊട്ടിയാണെന്ന്? മൂന്നാറി കയറി പോകുന്നത് പോലെ വണ്ടിയെടുത്ത് കയറി പോകാൻ പറ്റുന്ന സ്ഥലമാണ് അള്ളാഹുവിന്റെ സ്വർഗമെന്ന് നീ കരുതിയോ? ഒരിക്കലും ഇല്ല ചങ്ങാതി. അള്ളാഹ് പറയുകയാ, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബലികും. കഷ്ടപ്പാട് ദുരിതക്കണ്ടി അങ്ങായി. നിനക്ക് പേടി, നിന്റെ മുൻഗാമികൾ മുസ്ലിമായവരെ കൊണ്ടുവന്ന് കുഴിക്കകത്ത് ഇറക്കി നിർത്തും. കുഴിയിലേക്ക് ഇറക്കി നിർത്തിയിട്ട് വിറക് കീറുന്ന, വിറക് മുറിക്കുന്ന വാള് കൊണ്ടുവന്ന്, ഈർച്ച വാള് കൊണ്ടുവന്ന് തലയുടെ മധ്യഭാഗത്ത് വെച്ചിട്ട് ചോദിക്കും, മതം മാറി പഴയ മതത്തിലേക്ക് വരുന്നുണ്ടോ? അവരില്ല എന്ന് പറഞ്ഞാൽ വിറക് കീറുന്നത് പോലെ രണ്ടായി മുറിക്കപ്പെടുമായിരുന്നു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നമുക്കങ്ങനെ അവസ്ഥ വന്നില്ലല്ലോ. നമ്മളോട് ചാടണം ഓടണം എന്ന് പറഞ്ഞപ്പോഴേ വീട് പോകും, പറമ്പ് പോകും. ഇതാ നമ്മുടെ ബേജാറ്. എന്റെ പൊന്നാര ചങ്ങാതി, പോകണമെന്ന് പറഞ്ഞാ പോകണം. അതാ അള്ളാഹുവിന്റെ നിയമം അങ്ങനെ. കാരണം നീ ഇവിടത്തെ യാത്രക്കാരനാ, നീ ഇവിടത്തെ യാത്രക്കാരനാ. ഈ ഭയവും പേടിപ്പിക്കലും പ്രയാസം ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതാ ഇതൊക്കെ, അല്ലാതെ ഞാൻ പറഞ്ഞതല്ല. അള്ളാഹു അളക്കും. ഇപ്പൊ നമ്മുടെ ഈമാൻ അളന്നുകൊണ്ടിരിക്കുകയാ. നമ്മുടെ ഓരോരുത്തരും വിശ്വാസം അളക്കുന്ന പരിപാടി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞതാ. അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. അള്ളാഹ് പറയുകയാ, ഒരു മുസ്ലിമായ മനുഷ്യനെ, ഒരു ഈമാനുള്ള മനുഷ്യനെ ഞാൻ ഭയം കൊണ്ട് പരീക്ഷിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് പറഞ്ഞു, നിന്റെ ഈമാനിനെ ഞാൻ അളക്കുന്ന ഒന്ന് ഭയം തരുവടാ. മുസ്ലിം എന്ന് പറഞ്ഞാൽ നിന്നെ കൊല്ലു എന്ന് പറയും. അങ്ങനെ ഒരു അവസ്ഥ വരും. ഇന്ന് ലോകത്ത് അതാ നടന്നുകൊണ്ടിരിക്കുന്നേ. അതിന്റെ തുടക്കമാ. എല്ലാവരും നമ്മുടെ കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ട്, നമ്മളാണെങ്കിൽ പലതട്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ, നമ്മുടെ വിഷയത്തിൽ ശത്രുക്കൾ മുഴുവനും കൊടിയും ജാതിയും മതം ഒന്നുമില്ലവർക്ക്. മുസ്ലിമിന്റെ വിഷയത്തിൽ എല്ലാവരും ഒറ്റക്കെട്ട്. നമ്മളോ പള്ളിക്കകത്ത് അപ്പുറം ഇപ്പുറം നിൽക്കാൻ വേണേ നോക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാലുവാരാൻ പറ്റും നോക്കും. ഒരു പള്ളിയിൽ 2 ജുമാ നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അവിടെ നിസ്കരിക്കും. അവിടെ അധികാരത്തിന് വേണ്ടി അടി. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. നമ്മൾ